കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. സക്സസ് സ്റ്റോറി ടീം എന്നുള്ളത് ഇങ്ങ് കീച്ചേരിയിലാണ്. കീച്ചേരി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, പാപ്പിനിശ്ശേരിയുടെയും കല്യാശ്ശേരിയുടെയും അതിർത്തി. ഒരു കമ്മ്യൂണിസ്റ്റ് മണ്ണാണിത്. ഞങ്ങളിരിക്കുന്ന വീടിന് അതിനൊരു പേരുണ്ട്, മൃന്മയ. ഞാനതിൻ്റെ അർത്ഥം ചോദിച്ചപ്പോൾ പഞ്ചഭൂത നിർമ്മിതം എന്നാണ് പറഞ്ഞത്. ഇവിടെ ഞങ്ങൾ തേടിയെത്തിയിരിക്കുന്നത് ഒരു മനുഷ്യനെ കടന്നു പോകാൻ പറ്റുന്ന സമസ്ത മേഖലകളിലൂടെയും സഞ്ചരിച്ച ഒരു കലാകാരനെ തേടിയാണ്. അദ്ദേഹം അധ്യാപകനാണ്. നാടൻ കലകളിലും നാടകത്തിലും വിദ്യാഭ്യാസ രംഗത്തും ഉൾപ്പെടെ സമസ്ത മേഖലകളിലൂടെയും സഞ്ചരിച്ച ഒരു അധ്യാപകനെന്ന് പറയാം, നാടക പ്രവർത്തകനെന്ന് പറയാം, സാംസ്കാരിക പ്രവർത്തകനെന്ന് പറയാം. പല പേരുകളിൽ നമുക്ക് അദ്ദേഹത്തെ പറയാം. സംസ്ഥാനത്തുടനീളം വലിയ സൗഹൃദ വലയമുള്ള സാംസ്കാരിക രംഗത്തെ കണ്ണൂരിൻ്റെ ഒരു മുഖം. അദ്ദേഹത്തിൻ്റെ പേര് അജയകുമാർ എന്നാണ്. AV അജയകുമാർ. അറോളി വീട്ടിൽ അജയകുമാർ എന്ന് വേണമെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് പറയുമ്പോൾ പറയാം. അദ്ദേഹം ഇപ്പോൾ ഫോക്ലോർ അക്കാഡമിയുടെ സെക്രട്ടറിയാണ്. അദ്ദേഹം നമ്മുടെ വിവിധ വിഷയങ്ങളിൽ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ 150ഓളം പേപ്പറുകൾ അവതരിപ്പിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്. സെനറ്റിലുണ്ടായിരുന്നു, സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നു, ദീർഘകാലം 3 പതിറ്റാണ്ടിലേറെ കാലം അധ്യാപകനായിരുന്നു. ഇങ്ങനെ ഒരു മനുഷ്യൻ രൂപപ്പെടുമ്പോൾ എങ്ങനെയാണ് അങ്ങനെ ഒരു മനുഷ്യൻ രൂപപ്പെടുന്നത്? പുതിയ തലമുറയിൽ ഇങ്ങനെയുള്ള ആളുകൾ വളർന്നു വരുന്നത് കുറവാണ്. അപ്പോൾ ഇങ്ങനെ ഒരു മനുഷ്യൻ രൂപപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബാല്യം എന്താണ്, അദ്ദേഹത്തിൻ്റെ കൗമാരം എന്താണ്, അദ്ദേഹത്തിൻ്റെ യുവത്വം, ഇപ്പോഴും നമ്മളെല്ലാം യുവാക്കളാണ്, യുവത്വം എങ്ങനെയാണ്, ആ ജീവിത പശ്ചാത്തലത്തിലൂടെ അജയൻ മാഷിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം കുറച്ച് സമയം. പ്രേക്ഷകർക്കും ഒപ്പം അജയൻ മാഷ്ക്കും സക്സസ് സ്റ്റോറിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നമസ്കാരം. മറ്റേ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഈ പുതിയ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നാടൻ കലകൾ, നാടകം, അല്ലെങ്കിൽ അങ്ങനെയുള്ള മേഖലകൾ, വിദ്യാഭ്യാസ രംഗത്ത് പോലും പുതിയ കാലഘട്ടത്തിൽ പുതിയ തലമുറ സഞ്ചരിക്കുന്നതിന് പരിമിതിയുണ്ട്. AI കാലഘട്ടത്തിലേക്കാണ് വരുന്നത്. അപ്പം എല്ലാം വിരൽത്തുമ്പിൽ കിട്ടുന്നത് കൊണ്ട് തന്നെ ഒരു പരിശീലനത്തിലൂടെ മനുഷ്യൻ വളർന്നു വരുന്നതിനുള്ള സാധ്യതകൾ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ്. അത്തരമൊരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. കാരണം ആർക്കും എന്തും വിരൽത്തുമ്പിലുണ്ട്. മൊബൈൽ എന്ന സാധനം ഞെക്കിയാൽ മെറ്റയും ChatGPT ഒക്കെ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ഒരു കാലഘട്ടം. അപ്പോൾ താങ്കളെപ്പോലുള്ള ഒരാൾ പതിറ്റാണ്ടുകളോളം ഈ രംഗത്ത് നിൽക്കുന്നു. അപ്പോൾ താങ്കളെ ഒന്ന് അറിയാനുള്ള ശ്രമമാണ് സക്സസ് സ്റ്റോറി നടത്തുന്നത്. അപ്പോൾ ഒരാളെ അറിയണമെങ്കിൽ നമ്മൾ ആദ്യം അന്വേഷിക്കേണ്ടത് അയാളുടെ സർവകലാശാലയിലേക്കാണ്. വീടാണ്, കുടുംബം. അപ്പോൾ എവിടെയാണ് താങ്കൾ ജനിച്ചത്? അതിനിടയിൽ നവാസിനോട് ഒരു ചെറിയ കറക്ഷനേ ഉള്ളൂ. യെസ്, ഞാൻ സിൻഡിക്കേറ്റ് മെമ്പർ ആയിരുന്നില്ല. സെനറ്റിലുണ്ട്, ബോർഡ് ഓഫ് സ്റ്റഡീസ് മെമ്പർ കൂടിയായിരുന്നു. അപ്പോൾ ആ ഒരു തിരുത്താദ്യം തന്നെ തരാം. ഓക്കെ. ഞാൻ ജനിക്കുന്നത് അരോളിയിലാണ്. അരോളി അതിന്റെ ചരിത്ര പശ്ചാത്തലം എന്താണ്? അരോളി ഒരു ചിറക്കൽ കോവിലകത്തിന്റെ കീഴിലുള്ള ഒരു ഗ്രാമമാണ്. മാത്രമല്ല, അവിടെ ഏറ്റവും പഴക്കമുള്ള മുഷിവംശം കാവ്യത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള പടേശ്വരം ടെമ്പിൾ ഉണ്ടാകുന്നത് അവിടെയാണ്. അരോളി എന്നുള്ള പേര് വരാനുള്ള കാരണം അരജൻ്റെ ഗ്രാമം അല്ലെങ്കിൽ അരയാലിൻ്റെ ഒളി എന്നാണ്. ഈ അരോളിയിലെ ഇടവാഴ്ചക്കാരായിരുന്ന അരോളി വീട്ടുകാരനായിട്ടാണ് ഞാൻ ജനിക്കുന്നത്. ഇങ്ങനെ ചരിത്രം പറയാൻ കഴിയുന്നത് തന്നെ ആ പഠന പ്രാവീണ്യം കൊണ്ടാണ്. അത് ആലോചിച്ച് സ്വാഭാവികമായും നമ്മളത് വി ആർ ഇൻസ്ട്രുമെൻ്റ്. ഓരോ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ പഠനം നടത്തുമ്പോൾ നമ്മളതിൽ ഇൻസ്ട്രുമെൻ്റ് അല്ല. അപ്പോൾ അരോളി വീട്ടിലാണ് ജനിക്കുന്നത്. കാർഷിക കുടുംബമാണ്, പൂർണ്ണമായും കാർഷിക കുടുംബം. ഒരുപാട് കന്നുകാലികളും ഒരുപാട് മൂരിക്കുട്ടന്മാരും ജോലിക്കാരും നെല്ലും പത്തായവും അറയും ഒക്കെ കണ്ടു വളർന്ന ഒരാളാണ്. അച്ഛൻ ട്രാൻസ്പോർട്ട് ബിസിനസ്സായിരുന്നു. അച്ഛൻ പട്ടോത്തായിരുന്നു. പട്ടോത്തെ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനായിരുന്നു. MBRന്റെ കൂടെ പ്രവർത്തിച്ച ഒരാളായിരുന്നു. പിന്നീട് അരോളിയിലേക്ക് സെറ്റിൽ ആയിരുന്നു. അമ്മയാണ് അരോളി വീട്ടുകാരി. അച്ഛൻ്റെ പേര് നമ്പ്രാടത്ത് ഗോവിന്ദൻ നായർ. അത് വീട്ടുപേരാണ്. നമ്പ്രാടത്ത് വീട്ടുപേരും ഗോവിന്ദൻ നായർ. നമ്പ്രാടത്ത് ഗോവിന്ദൻ നായർ. അമ്മ അരോളി വീട്ടിൽ ലക്ഷ്മിക്കുട്ടി. നിങ്ങൾ എത്ര മക്കളായിരുന്നു? ഞങ്ങൾ 4 പേരാണ്. അതിൽ മൂത്ത ആള് ഞാനാണ്. പിന്നീട് 2 ആൺകുട്ടികൾ. ഇളയത് ഒരു പെങ്ങളാണ്. അവരൊക്കെ എന്ത് ചെയ്യുന്നു? ഒരാൾ മദ്രാസിൽ ബിസിനസ് ചെയ്യുന്നു, ചെന്നൈയിൽ ബിസിനസ് ചെയ്യുന്നു. മറ്റൊരാൾ ദുബായിൽ ബിസിനസ് ചെയ്യുന്നു. പെങ്ങൾ ബഹ്റിനിലാണ് വർഷങ്ങളായിട്ട്. താങ്കളാണ് ഇവ സജീവമായിട്ട് നാട്ടിലുള്ളത്. ഞങ്ങളാണ്. അപ്പോൾ നമ്മുടെ വലിയ കുടുംബമാണ്. ബ്രാഞ്ച് ഉപബ്രാഞ്ചുകളായിട്ട് വലിയ കുടുംബമാണ്. അപ്പോൾ ഞാൻ എൻ്റെ വിദ്യാഭ്യാസം മുഴുവൻ അരോളി സ്കൂളിലായിരുന്നു. അത് അരോളി സ്കൂൾ ഹൈസ്കൂളാണോ? അന്ന് അത് ഞാൻ പ്രൈമറി ക്ലാസ്സിൽ ചേരുമ്പോൾ അതെൻ്റെ അമ്മമ്മയുടെ മാനേജ്മെൻറ്റിലുള്ള സ്കൂളായിരുന്നു.
ഞാൻ 3ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോഴേക്കും അരോളി സ്കൂൾ, അത് ഗേൾസ് സ്കൂൾ എന്നാണ് പേര്, 30കളിലെ പെൺകുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി തറവാട്ടുകാരുണ്ടാക്കിയ സ്കൂളാണ്. ഗേൾസ് സ്കൂളാണെങ്കിലും ആൺകുട്ടികൾക്കും പഠിക്കാം. പക്ഷേ മിക്സഡാണ്, എൻട്രി ഒക്കെ മിക്സഡ്. ഗേൾസ് സ്കൂളിന് പേര് മാത്രമേ ഉള്ളൂ. കാരണം അത് ഷെഡ്യൂൾ ചെയ്യുന്നത് ആ രീതിയിലായിരുന്നു. അപ്പോൾ 4ാം ക്ലാസ് 5ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്കും അതിന് മുന്നേ തന്നെ അമ്മമ്മ ആ സ്കൂള് ഗവൺമെൻറ്റിലേക്ക് വിട്ടുകൊടുത്തു. ഞാൻ 5ലെത്തി 6ലെത്തുമ്പോഴേക്കും സ്കൂൾ അപ്ഗ്രേഡ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ UP സ്കൂളും പഠിച്ചത് ഞാൻ അവിടെ തന്നെയാണ്. അങ്ങനെ 7 വർഷം സ്കൂൾ പഠിച്ചത് അവിടെയാണ്. തൊട്ടടുത്ത് തന്നെ എൻ്റെ ഒരു കലാശാല എന്ന് പറയുന്നത് അരോളി ശാന്തിപ്രഭ നടന കലാസമിതിയാണ്. അവിടെ നിന്നാണ് ഞാൻ തബല പഠിക്കുന്നത്. ഞാൻ 6ാം ക്ലാസ് പഠിക്കുമ്പോൾ തബല പഠിക്കാൻ വേണ്ടി തുടങ്ങുന്നു. എങ്ങനെയാണ് ഈ തബലയോട് ഇൻട്രസ്റ്റ്, ഒരു താല്പര്യം തോന്നാൻ കാരണം? അരോളിയിൽ ഈ ശാന്തിപ്രഭ നടന കലാസമിതിയുടെ എല്ലാ നാടകങ്ങളുടെയും റിഹേഴ്സൽ നടക്കുന്നത് അച്ചാച്ചൻ്റെ കളപ്പുരയിലാണ്. ഭക്ഷണം കളം നെല്ല് സൂക്ഷിക്കുന്ന നെല്ല് കൊയ്ത് കൊണ്ടുവന്ന് മെതിച്ച് റെഡിയാക്കി സൂക്ഷിക്കുന്ന സ്ഥലമാണ്. ഇന്നത്തെ ജനറേഷൻ എന്താണുള്ളത്, കളപ്പുരയോ അതെന്താണ് എന്ന് അവർ ആലോചിക്കേണ്ട. അപ്പൊ അത് കൃത്യമായിട്ട് പറയണം. അതാണ് കളരി നടത്തുന്ന കളരിപ്പുരയല്ല, കളപ്പുര. അത് നെല്ല് പിന്നെ കൊയ്ത് കൊണ്ടുവന്ന് മെതിച്ച് റെഡിയാക്കി പാറ്റി തൂറ്റി പത്തായത്തിലേക്ക് സൂക്ഷിക്കുക. അതിൻ്റെ പുല്ല് കന്നുകാലികൾ കൊടുക്കുന്നതിനോട് വേറൊരു വലിയൊരു ഷെഡിൽ വെക്കുക. അങ്ങനെ ഒരു വലിയൊരു ലാവണമാണ്, വലിയൊരു ലാവണ. ഈ സ്കൂൾ വിദ്യാഭ്യാസ കാലം താങ്കൾ ഈ പറഞ്ഞല്ലോ, LP 3ാം ക്ലാസ് വരെ അല്ലെങ്കിൽ 6ാം ക്ലാസ് വരെയൊക്കെ, ആ കാലഘട്ടത്തിൻ്റെ ഒരു ഓർമ്മ എന്താണ്? അതൊരു ഇന്നത്തെ കാലഘട്ടം അതും തമ്മിൽ വലിയ വ്യത്യാസമാണല്ലോ. എന്തായിരുന്നു ആ സ്കൂളിൽ പോക്ക്? എൻ്റെ ഓർമ്മയിൽ ഞാൻ 1ാം ക്ലാസ്സിൽ ഇരുന്നത് നിലത്താണ്. ചാക്ക് വിരിച്ചാണ് ഞാൻ ഇരുന്നത്. ചാക്ക് വിരിച്ച് നിലത്തിരുന്ന് വൈകുന്നേരം പോകുമ്പോൾ നമ്മൾ ചാക്കൊക്കെ മടക്കി വെച്ച് വെക്കും. ക്ലാസ്സിൽ ടീച്ചർക്ക് ഇരിക്കാൻ ഒരു കസേലയുണ്ട്. ആ കസേലക്ക് 2 കൈ ഉണ്ടാവാൻ ഇടയില്ല. ഞാൻ പഠിക്കുന്ന സമയത്തുള്ള ഒരു കൈ മാത്രമേ ഉണ്ടായിരുന്നു ആ കസേല. അതങ്ങനെ ഒരു കൈ അല്ല, മിക്കവാറും പൊട്ടിയിട്ടുണ്ടാവും. ഈ പ്രാരബ്ധം സ്കൂളുകൾ, സർക്കാർ സ്കൂളുകളുടെ പ്രാരബ്ധം ഇന്ന് തുടങ്ങിയതല്ല, അത് പണ്ടേ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പം പ്രാരബ്ധം ഇന്ന് ടോട്ടലി മാറി, ഹൈടെക്കായി, നമ്മുടെ സ്കൂളുകളൊക്കെ മാറി. അത് കഴിഞ്ഞ് 3ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്കും നമുക്ക് ബെഞ്ച് കിട്ടും. 2ലെത്തുമ്പോൾ പകുതികൾക്ക് 1ാം ക്ലാസ്സിൽ ചാക്ക് വിരിച്ച് നിലത്തിരിക്കണം. 2ാം ക്ലാസ്സിൽ ചെല്ലുമ്പോൾ പകുതി ബെഞ്ച്. അതെന്താണ് അതിന്റെ സൂത്രം? പകുതി ബെഞ്ച് എന്ന് പറഞ്ഞാൽ പകുതി കുട്ടികൾക്കുള്ള ബെഞ്ചേ ഉണ്ടാവുള്ളൂ. 4 ബെഞ്ച് വേണമെങ്കിൽ 2 ബെഞ്ചേ ഉണ്ടാവും. അവർ സൈക്കിളായിട്ട് നമ്മൾ മാറി. പക്ഷെ അതൊന്നും ഒരു എന്താ പറയാ, അതൊന്നൊരു കുറവായിട്ട് പോലും നമുക്ക് ആ കാലഘട്ടം. പിന്നെ തൊടിയിലുള്ള മുഴുവൻ കശുമാവിൻ തെങ്ങ് ഇങ്ങനെ നിറയെ ഫലവൃക്ഷങ്ങളുള്ള സ്ഥലമാണ്. നെല്ലിമരം. പഠനത്തിൻ്റെ ഒരു അവസ്ഥ എന്താണ്? നന്നായി പഠിപ്പിക്കുമായിരുന്നു. ഞങ്ങളൊക്കെ ബേസിക് പഠനം, അടിസ്ഥാനപരമായ പഠനം, സ്വഭാവം ഉണ്ടാക്കുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുള്ളത് 3ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ KMR അവിടെ നടത്തിയൊരു സാഹിത്യ സമാജത്തിലെ പ്രസംഗം. അത് നമുക്കൊക്കെ ഭയങ്കര ഇൻസ്പിറേഷനായിരുന്നു. ആ സമയം മുതൽ തന്നെ നമ്മളെ കൊണ്ടൊക്കെ കഥ പറയിപ്പിക്കുകയും പാട്ട് പാടിക്കുകയും ഒക്കെ ചെയ്യുന്ന ടീച്ചർമാരുണ്ടായിരുന്നു. എനിക്കിപ്പോഴും എൻ്റെ ഹെഡ് മിസ്ട്രസിൻ്റെ രംഗം നല്ല ഓർമ്മയുണ്ട്. 4ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് അവർ, ഗ്രേസി ടീച്ചർ തന്നെ അവരുടെ പേര്. ടീച്ചർ വളരെ സുന്ദരിയായി വരുന്നതും പോൺസ് പൗഡറിൻ്റെ ഗന്ധം ഒരുപക്ഷെ ഇപ്പോഴും എൻ്റെ മൂക്കിൽ നിൽക്കുന്നത് ഗ്രേസി ടീച്ചറെ കുറിച്ചുള്ള ഓർമ്മയാണ്. സാധ്യതയുണ്ട്. പക്ഷേ ടീച്ചർ നമ്മളെ വീടൊക്കെ ആയിട്ട് നല്ല ബന്ധമുള്ളതുകൊണ്ട് തന്നെ നമുക്കൊക്കെ ഭയങ്കര അടുപ്പായിരുന്നു ടീച്ചറോട്. അടുപ്പം തോന്നത്തുള്ള കുട്ടികളെ എല്ലാവരും അറിയാമായിരുന്നു. അവർ മരിക്കുന്ന സമയത്ത് അവരെ മക്കളെക്കാളും അവരെ ബന്ധുക്കളെക്കാളും ഏറ്റവും കൂടുതലുണ്ടായിരുന്നത് നമ്മുടെ മാരും വളരെ മുതിർന്നവരായിരുന്നു. കാരണം അന്ന് സ്കൂളിൽ പഠിപ്പിച്ചവർ മുഴുവൻ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, അന്ന് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ ഇത്ര വലുതല്ലല്ലോ, സ്കൂളിൽ മാത്രമല്ലേ പരിപാടി നടക്കുള്ളൂ. ഈ ശാന്തിപ്രഭ ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാനുള്ള കാരണം, ശാന്തിപ്രഭയിൽ ഞാൻ കാണുന്നത് ചെറുപ്പകാലം മുതലേ നാടകക്കാരുടെ ഒരു രംഗം, ഡാൻസ്. വളരെ ചെറുപ്പത്തിലെ നാടകം കണ്ടും ഏതാണ് കണ്ടതിൽ ഈ വളരെ ചെറിയ കാലഘട്ടത്തിൽ കണ്ട ഏറ്റവും മനസ്സിന് തങ്ങി നിൽക്കുന്ന ഒരു നാടകം ഏതായിരിക്കും? പ്രേതഭൂമി എന്ന് പറഞ്ഞിട്ട്. എന്തായിരുന്നു അതിൻ്റെ ഇത്? അത് ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ എങ്ങനെയാണ് തെറ്റിപ്പിരിയുന്നത് എന്നും, എങ്ങനെയാണ് ഏറ്റവും സജീവമായി ആ വീടിനെ നയിച്ചിരുന്ന അച്ഛന് ഭ്രാന്ത് ആരോപിക്കപ്പെടുന്നതെന്നും, പിന്നീട് എങ്ങനെയാണ് ഈ കുടുംബം ശിഥിലമാവുന്നതെന്നുമായിരുന്നു അതിലെ കണ്ടന്റ്. ഒരു തനിയാവർത്തന സ്റ്റൈലാണോ ശരിക്കും? തനിയാവർത്തനമൊന്നുമല്ല, അതിൽ ഭ്രാന്ത് ഉണ്ടാക്കുന്നതല്ലേ. ഇത് അങ്ങനെയായിരുന്നില്ല. ഇദ്ദേഹത്തിന് തന്നെ ഒരു ഘട്ടം എത്തുമ്പോൾ മെൻ്റലി അൺസ്റ്റേബിൾ ആവുന്നു. കാരണം എൻ്റെ 4-5 മക്കൾ അവർ വളരുകയും അവരിടപെടുകയും സമൂഹത്തിൽ ഇടപെടുകയൊക്കെ ചെയ്യുന്നു. ആ സമയത്താണ് ലോട്ടറി ലോഞ്ച് ചെയ്യുന്നൊരു സമയം കൂടിയായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുക. അതിലൊരു മുഖ്യ കഥാപാത്രം ലോട്ടറിയിൽ വിറ്റ് നടക്കുന്ന ഒരു കഥാപാത്രത്തെ അയാൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. ഗോവിന്ദൻ എന്നാണ് അയാളുടെ പേര്, പോള ഗോവിന്ദൻ എന്നാണ് അതിൻ്റെ പേര്. പോള ഗോവിന്ദൻ. അദ്ദേഹത്തെ ഇപ്പോഴും എനിക്ക് നന്നായിട്ട് അറിയാം. പോള അദ്ദേഹത്തിൻ്റെ വീട്ടുപേരാണ്. അദ്ദേഹം ഈ ലോട്ടറി വെക്കുന്ന, ഞാൻ സുന്ദർ മഹേശൻ
പിന്നെ ഈ ലോട്ടറിയെക്കുറിച്ചുള്ള ഭയങ്കരമായ പബ്ലിസിറ്റി ആയിരുന്നു. പിന്നീട് എനിക്ക് ആ ലോട്ടറിയുടെ പബ്ലിസിറ്റി ഓർമ്മ വരുന്നപ്പോൾ എന്നറിയാം, കണ്ണൂരിൽ മഞ്ജു ലോട്ടറിയുടെ വലിയേട്ടനുണ്ടല്ലോ, നമ്മളെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന അതെ പ്രസ് ക്ലബിൻ്റെ മുന്നിൽ മൂപ്പരുടെ റെക്കോർഡ് ചെയ്ത അനൗൺസ്മെന്റ് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ റീകോൾ ചെയ്യുന്നത് മുഴുവൻ അതെ മുരളീൻ്റെ ഫാദറിൻ്റെ കാര്യം. എനിക്ക് ആ മനുഷ്യന്, എനിക്ക് വെങ്കടേഷിന്, അജിത്തിന്, നമുക്കൊക്കെ വളരെ അടുത്തറിയുന്ന ആളാണ്. ലോട്ടറി ഒരു ദിവസം പോലും എടുത്തിട്ടില്ല, പക്ഷെ അദ്ദേഹത്തെ നമുക്ക് നന്നായി അദ്ദേഹത്തിന് നമ്മളെ വ്യക്തിപരമായിട്ട് അറിയാം. പിന്നീട് അത് സംവിധാനം ചെയ്തത് കരുണാകരൻ, കാടൻ കരുണാകരൻ എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം അധ്യാപകനായിരുന്നു, ചിത്രകാരനായിരുന്നു, സ്കൾപ്ചറായിരുന്നു. പേപ്പർ പൾപ്പിൽ അദ്ദേഹം ചെയ്യുന്നത് മാതിരിയുള്ളൊരു വർക്ക് ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. ഈ സ്കൂൾ കാലഘട്ടത്തിൽ താങ്കൾ ഏതൊക്കെ മേഖലകളിലാണ് കൈവച്ചിട്ടുള്ളത്? ഞാൻ പ്രസംഗിക്കുമായിരുന്നു. പ്രസംഗം തുടങ്ങി എനിക്ക് തോന്നുന്നു ഞാൻ 4ാം ക്ലാസ് പഠിക്കുമ്പോൾ പ്രസംഗത്തിൽ സാഹചര്യം ഒരുങ്ങുന്നത്. സാഹചര്യം ടീച്ചർ പറഞ്ഞു പ്രസംഗിക്കണം, ഗാന്ധിയെക്കുറിച്ച് പ്രസംഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ ഗാന്ധിയെക്കുറിച്ച് എഴുതി കിട്ടണം. അവരെനിക്ക് തന്നിരുന്നത് ആ ചെറിയ പുസ്തകം ഉണ്ടല്ലോ, ആ പുസ്തകം ഗാന്ധിയെക്കുറിച്ചുള്ള പുസ്തകം തന്നു. അത് വായിച്ചു, പഠിച്ചു. അത് തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ എൻ്റെ അമ്മാവന്മാർ സാംസ്കാരിക രംഗത്ത് വളരെ സജീവമായിട്ടുള്ളവരാണ്. അവരത് ഒന്ന് ഒതുക്കി തന്നു. അങ്ങനെ 5 മിനിറ്റ് നേരം ഒരു മടിയില്ലാതെ അങ്ങ് പ്രസംഗിക്കുകയാണ്. തുടക്കം സ്കൂൾ കാലഘട്ടത്തിൽ. പിന്നെ നാടകത്തിൽ എത്രാം വയസ്സിൽ നാടകത്തിലേക്ക് വന്നു? നാടകത്തിൽ എനിക്ക് തോന്നുന്നു ഞാൻ 7ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് നാടകത്തിലേക്ക് ആദ്യത്തെ നാടകം. CL ജോസിന്റെ ഒരു നാടകം. പേര് ഓർമ്മയുണ്ടോ? ഇല്ല. ഞാൻ സ്കൂളിൽ തന്നെയാണോ? അത് സ്കൂളിൽ തന്നെയാണ്. 7ാം ക്ലാസ് പഠിക്കുമ്പോൾ. അത് കഴിഞ്ഞ് ബദറുൽ മുനീർ ഹുസ്നുൽ ജമാൽ എന്ന് പറഞ്ഞിട്ടൊരു കഥാപ്രസംഗം ഭയങ്കര ഫേമസ് ആയിരുന്നു. ഒരു കുമകളാണ് ഹുസ്നുൽ ജമാൽ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരു റേഞ്ചുള്ള സാധനമാണ്. അന്ന് അതിന്റെ പാട്ടുകളൊക്കെ ഓർമ്മയുണ്ടോ? ആ ഒരു വരി എനിക്ക് ഓർമ്മയില്ല. കുമകളാണ് ഹുസ്നുൽ ജമാൽ, ആ വരി എനിക്ക് ഓർമ്മയില്ല. അത് ഗംഭീര സംഭവമാണെന്ന് പിന്നെ എനിക്ക് മനസ്സിലാക്കുന്നത്. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ഇതിന്റെ ഒരു റേഞ്ച് എനിക്ക് മനസ്സിലാകുന്നത്. അതുവരെ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. അവിടെ മൂസക്കുട്ടി മാഷ് എന്ന് പറഞ്ഞിട്ട് മാഷുണ്ടായിരുന്നു. അദ്ദേഹമാണ് ഇതെല്ലാം കൂടി പറഞ്ഞ് റെഡിയാക്കി ആരെ കൊണ്ടൊക്കെയോ എഴുതിച്ച്, ജി അരോളി എന്ന് പറഞ്ഞൊരു മാഷെ കൊണ്ടാണ് എഴുതിച്ചത്. അതൊക്കെ എഴുതിച്ച് പിന്നെ ഓർക്കസ്ട്രയൊക്കെ വെച്ച് ആ സമയത്ത് ഞാൻ തബല വായിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് താളത്തിനെ കുറിച്ച് എനിക്ക് യാതൊരു സംശയമില്ല. എൻ്റെ കൂട്ടുകാരായിട്ട് അറിയുന്ന ആളുണ്ടായിരുന്നു. ഒരു ഗീത, ഭാനുമതി, ഹരിദാസ്, സുബൈർ എന്നൊക്കെ പറഞ്ഞിട്ട് ഏണംഗ സംഘം. ഞാൻ കഥ പറയും, പാട്ട് പാടിക്കോളും. അതൊരു റിച്ച് ആയിരുന്നു. അരോളി സ്കൂളിൻ്റെ ചരിത്രത്തിൽ എല്ലാ കാലത്തും പണ്ടുള്ളവർക്ക് റിച്ച് ആയിരുന്നു. അരോളി ഹൈസ്കൂൾ. റാ വേണ്ട, രാജാവ് എന്നുള്ള അരോളിക്ക് എന്തെങ്കിലും ഒരു ചരിത്രം ഉണ്ടാവും. ഞാൻ ചരിത്രം പറഞ്ഞു. ഈ സ്കൂൾ കാലഘട്ടം ആണല്ലോ, സ്കൂൾ കഴിഞ്ഞു. അത് കഴിഞ്ഞ് കോളേജ് എവിടെയാണ്? ഞാൻ ഹൈസ്കൂൾ പഠിച്ചത് കല്യാശ്ശേരിയിലാണ്. ചരിത്ര പശ്ചാത്തലമുള്ള ഇ കെ നായനാരുടെയൊക്കെ അല്ലെ, കെ പി ആർ ഗോപാലൻ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള നേതാക്കളെ കുറിച്ചുള്ള താങ്കളുടെ ഓർമ്മ എങ്ങനെയാണ്? KP ആർ ഗോപാലൻ ചെറിയ പ്രായത്തിൽ 8ാം ക്ലാസ്സിലാണ് ഞാൻ അവിടത്തേക്ക് പോകുന്നത്. 8ാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ സംഘടനാ രംഗത്തുള്ളത് അന്ന് ജയരാട്ടനായിരുന്നു. IT മറ്റും പഠിക്കുന്ന സമയമാണ്. EP കണ്ണൂരിൽ പഠിക്കുന്ന സമയമാണ്. അപ്പോൾ ജയരാട്ടനാണ് ഈ സംഘടന SFIയുടെ പ്രസംഗത്തിനും കാര്യങ്ങളൊക്കെ വരികയാണ്. പിന്നീട് ഞാൻ കാണുന്നത് മുഴുവൻ KP ആർ ഗോപാലിനാണ്. എല്ലാ ദിവസവും ഗോപാലേട്ടൻ സജീവ പൊളിറ്റിക്സ് മാറി ബോൾഷെവിക്കൊക്കെ ഉണ്ടെങ്കിൽ പോലും വല്ലപ്പോഴും മാത്രമേ ഉള്ളൂ. അവിടെ ആലിൻ്റെ അടുത്ത് ഒരു കടയുണ്ട്. ആ കടയിലാണ് നവീകരണം വന്നപ്പോൾ അത് മുഴുവൻ പോയി. ആ സയൻസ് ഒക്കെ പോയി, നാച്ചുറൽ സയൻസ് മുഴുവൻ പോയി. അപ്പോൾ അവിടെ ഇരുന്ന് ഞാൻ അരോളി വീട്ടുകാരനാണെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ രായരപ്പാട്ടിൻ്റെ അടുത്തും ഗോപാലേട്ടൻ്റെ അടുത്തും കൃഷ്ണേട്ടൻ്റെ അടുത്തും, കൃഷ്ണേട്ടൻ്റെ ഇളയാളാണ്, ഇവരോടൊക്കെ ഭയങ്കര സ്വാതന്ത്ര്യമാണ്. നമ്മളൊരു അപ്പൂപ്പനോടൊക്കെ നേരിട്ട് ഇടപഴകിയ ഒരാളാണ്. KP ആറിന്റെ ചെസ് കളി കാണുന്നതിന് വേണ്ടി നിരന്തരം നിന്ന് മണിക്കൂറുകളോളം അന്നത്തെ KP ആറിനെ കുറിച്ചുള്ള ചിന്തകൾ ഇരുത്തം മാത്രമല്ല, അപ്പുറത്തേക്ക് KP ആറിനെ കുറിച്ചുള്ളൊരു ഓർമ്മ, അദ്ദേഹം കൊലമരത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഒരാളാണ്. പലപ്പോഴും മൊറാഴ് സംഭവത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പോലും അതൊക്കെ ഓർണമെൻ്റൽ മാത്രമായിട്ട് സംസാരിക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹം ഒരു സജീവമായിട്ട് അത് ഇങ്ങനെയാണ് മോനെ എന്ന് പറഞ്ഞിരുന്നില്ല. പക്ഷേ സമരത്തിൻ്റെ തുടക്കം, സമരത്തിൻ്റെ വളർച്ച, അവിടെ നടന്ന ദാരുണമായ സംഭവം, ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പോലും കുട്ടികളുടെ മനസ്സിൽ ഒരു നാടിൻ്റെ ചരിത്രം എങ്ങനെയാണ് ഉണ്ടാവേണ്ടത്, എന്താണ് കല്യാശ്ശേരി എന്ന് KP ആർ ഗോപാലേട്ടൻ പറഞ്ഞ രംഗം എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത്, തൊട്ടുകൂടാത്തവനെ സ്കൂളിൽ പഠിപ്പിച്ചൊരു ഘട്ടമാണ്. ഈ കോളനിയിലുള്ള കീച്ചേരി കോളനിയിലുള്ള ഒരു പയ്യനെ കൊണ്ടുവന്ന് മണക്കുളങ്ങര കാവിലെ നമ്പൂതിരി കുളിക്കുന്ന കുളത്തിൽ കുളിപ്പിച്ച് നേരെ രാമയ്യൻ സാറിൻ്റെ ക്ലാസ്സിലേക്ക് കൊണ്ടുപോവുകയും, അന്ന് ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ തഹസിൽദാരായിരുന്നു. രാമയ്യൻ സാറ് പുറത്തിറങ്ങുന്നു, ഒപ്പം തീയക്കുട്ടികൾ മുഴുവൻ പുറത്തിറങ്ങുന്നു. ബിക്കോസ് ഒരു ഹരിജൻ അതിൻ്റെ അകത്ത് കയറിയിരിക്കുന്നു. ഗോപാലേട്ടൻ പഠിപ്പിക്കുകയും ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിരുന്നു.
അത് വലിയ പ്രശ്നം ഉണ്ടാക്കിയൊരു കേസാണ്. ഒരുപക്ഷെ കല്യാശ്ശേരിയുടെ ചരിത്രത്തിൽ എല്ലാ കാലത്തും ഒരു അധ്യാപനം എന്നുള്ള നിലയിൽ പോലും ഞാൻ പലപ്പോഴും എല്ലായിടത്തും പ്രസംഗിക്കുന്നതാണ്. അതിലുള്ള ബ്രേക്കിംഗ് ദി ലോസ് അതെത്ര വലുതാണെന്ന് ബോധ്യപ്പെട്ടത് ഗോപാലേട്ടൻ്റെ ഒക്കെ പ്രവർത്തനങ്ങൾ തന്നെയാണ്. വിളിക്കും സംശയം വേറെ ആരൊക്കെയാണ്? അല്ല, അതേ വർഷമാണ് നായനാർ നമ്മുടെ സ്കൂൾ പാർലമെൻറ്റ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വരുന്നത്. എനിക്കിപ്പോഴും നായനാരുടെ ഇളയ മകൻ എൻ്റെ സ്റ്റുഡൻറ്റാണ്, വിനോദ് എൻ്റെ സ്റ്റുഡൻറ്റാണ്. ഞാൻ ട്യൂഷൻ എടുത്ത കുട്ടിയാണ്. വിനോദിൻ്റെ അതേ ഫിഗറാണ്. ശാരദ ടീച്ചറെ വ്യക്തിപരമായിട്ട് അറിയുന്നതാണ്, കുടുംബത്തിലെല്ലാവരെയും നമുക്ക് നന്നായിട്ട് അറിയുന്നതാണ്. KP രായരപ്പാട്ടൻ നമ്മുടെ വീട്ടിലെ സന്തത സഹചാരി എന്ന് വേണമെങ്കിൽ പറയാം. അച്ഛൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു, എല്ലാ രംഗത്തും നമ്മൾ ബന്ധപ്പെടുന്നവരായിരുന്നു, മരിക്കുന്നത് വരെ വളരെ അടുപ്പുള്ളവരായിരുന്നു. അപ്പോൾ ഇവരൊക്കെയാണ് കണ്ട് നമ്മൾ വളരുന്നത്. അതുകൊണ്ട് ഒരു റോൾ മോഡൽ എന്നുള്ള രീതിയിൽ ഒരിക്കൽ പോലും ഞാൻ ആരെയും ആക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഇവരിൽ നിന്നൊക്കെ ഒത്തിരി ഒരുപാട് സ്വീകരിച്ചിട്ടുണ്ട്. പിന്നീട് ഒരു വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നത് MVRൻ്റെ കൂടെ. MVR 86 വരെ പാർട്ടിയിലുണ്ടല്ലോ. MVR ആണ് ഞാൻ അധ്യാപകനാവാൻ പോലും കാരണക്കാരൻ. MVR ആണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഈ KPR കുറിച്ച് പറയുമ്പോൾ തന്നെ MVR എന്ന് പറഞ്ഞ ഒരു ഗർജിക്കുന്ന ഒരു സിംഹമായിരുന്നല്ലോ ശരിക്കും. അല്ല, MVR ഒരു പൈലറ്റായിരുന്നു. വലിയ കാഴ്ചപ്പാടുള്ള, ലോകത്തെക്കുറിച്ച് എങ്ങനെയായിരിക്കണം മാറേണ്ട ലോകം എന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തമായ ബോധ്യമുള്ള ഒരാളാണ്. നല്ല ധാരണയുള്ളതാണ്. അല്ലെങ്കിൽ സ്നേക് പാർക്ക് പോലത്തെ ഒരു സ്ഥാപനം ഒരിക്കൽ പോലും കണ്ണൂരിലേക്ക് വരേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ കാലാലോചിച്ച് നോക്കണം. ജ്യോതി വെങ്കടേലത്തിനെ കൊണ്ടുവന്നിട്ടാണ് അത് ഉദ്ഘാടനം ചെയ്യിക്കുന്നത്. പിന്നീട് ഒന്ന് സുബ്രഹ്മണ്യ സ്വാമിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റേഞ്ച് വളരെ വലുതായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ നമ്മളൊക്കെ കോളേജ് പഠിക്കുന്ന കുട്ടികളാണ്. സ്കൂളിലും കോളേജിലും അച്ഛൻ്റെ അടുത്ത സുഹൃത്തായതുകൊണ്ട് തന്നെ അതുവഴിയൊക്കെ സഞ്ചരിക്കുമ്പോൾ ഒന്ന് വീട്ടിൽ വരും, കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കും. അവർ തമ്മിൽ രാഷ്ട്രീയം സംസാരിക്കും. നമ്മളോടൊന്നും രാഷ്ട്രീയം ഒരിക്കലും MVR സംസാരിച്ചിട്ടില്ല. നമ്മളെ പഠിപ്പിനെക്കുറിച്ച്, നമ്മളെ കാര്യത്തെക്കുറിച്ച്, കലാപ്രവർത്തനത്തെക്കുറിച്ച്. ഞാൻ തെയ്യത്തിൽ 18ാമത്തെ വയസ്സിൽ ഗവേഷണത്തിന് സംഘത്തിൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരാളാണ്. ഗവേഷണ സംഘത്തിൻ്റെ കൂടെ 18ാമത്തെ വയസ്സിൽ. അപ്പോൾ ആ സമയത്ത് MVR എന്നോട് പറഞ്ഞു, പ്രസംഗം, അത് കഴിഞ്ഞ് നാടകം, അത് കഴിഞ്ഞ് തെയ്യം, തബല, സംഗീതം എത്രയോ കാലം ഞാൻ തബലിസ്റ്റായിട്ടിൻ്റെ വർക്ക് ചെയ്തിരുന്നു. 96-ലാമറ്റാണ് ഞാൻ അത് നിർത്തുന്നത്. പ്രൊഫഷണൽ വായിക്കാറില്ല, കുറേ നാളായിട്ട് വായിക്കാറില്ല. അങ്ങനെ വിടാൻ പറ്റുമോ അതിന്? അല്ല, അത് മനസ്സിലങ്ങനെ ഉണ്ടാവില്ല. വിടാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതിനൊരു തബല വായിക്കുമ്പോൾ അതിൻ്റെ അത്രയും സമയം കാര്യങ്ങളെല്ലാം. MVR പാർട്ടി വിടുന്ന ആ കാലഘട്ടം ഉണ്ട്. നമ്മുടെ AKG ആശുപത്രി ഇഷ്യൂവും പരിയാരം ഇഷ്യൂ ഒക്കെ നടക്കുന്ന ആ കാലഘട്ടം. പരിയാരം ഇഷ്യൂ പിന്നീട് അല്ല, AKG ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിൽ നിന്ന് അദ്ദേഹം പടി ഇറങ്ങി പോകുന്ന ഒരു രംഗം പാർട്ടിയിൽ നിന്ന് അതിനു മുന്നേ അദ്ദേഹം ഇറങ്ങി. പക്ഷെ ആ ഇഷ്യൂസ് ഒക്കെ നടക്കുന്ന സമയത്ത് ഈ മനുഷ്യൻ അങ്ങനെ പോയതിലുണ്ടായ ഒരു താങ്കളുടെ ഒരു ചിന്ത എങ്ങനെയായിരുന്നു? കണ്ണൂരിലെ ഏതൊരു സഖാവിനെ കുറിച്ചും MVRനെ കുറിച്ചുള്ള ഒരു അനുഭവം വളരെ പോസിറ്റീവാണ്. അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പോകുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം ശത്രുപക്ഷത്തേക്ക് പോവാണ്. MVR എന്ന് പറയുന്ന വ്യക്തിയെ ഉണ്ടാക്കുന്നത് സോഷ്യൽ കൺസ്ട്രക്റ്റാണ്. CPM എന്ന് പറയുന്ന സോഷ്യൽ കൺസ്ട്രക്റ്റാണ് MVRനെ ഉണ്ടാക്കുന്നത്, അല്ലാതെ MVR എന്ന് പറയുന്ന വ്യക്തി മാത്രമല്ല. അപ്പോൾ വാട്ട് പൊളിറ്റിക്സ് സെയ്സ് അതാണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ സ്വാഭാവിക വിഷമമുണ്ടായിരുന്നു. കാരണം 3 മക്കളെല്ലാം എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ്. നികേഷ് എൻ്റെ സ്റ്റുഡൻ്റാണ്. ഗിരീഷ് എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ്. ഗിരീഷിൻ്റെ ആ സമയത്ത് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരാളാണ് ഞാൻ. ഗിരിജയെ ചേച്ചി എന്ന് മാത്രമേ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കുഞ്ഞിരാവാട്ടനായിട്ടും ബന്ധമാണ്. ആ ഫാമിലിയായിട്ട് നല്ല അടുത്ത ബന്ധമാണ്. പക്ഷേ നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്കൊന്നും ആ ബന്ധങ്ങൾ ഒരിക്കലും ഒരു വിഘാതമായിരുന്നില്ല. പലപ്പോഴും പറയേണ്ടതൊക്കെ അദ്ദേഹത്തിനെ അറിയിച്ചിട്ടുണ്ടെന്നല്ലാതെ. പക്ഷെ പൊളിറ്റിക്കലി കുറേ നാളത്തേക്ക് യാതൊരു ബന്ധമില്ല. ഒരുപാട് വർഷങ്ങൾ. കോളേജിലേക്ക് എവിടെയാണ് പോകുന്നത്? സ്കൂള് കണ്ണൂർ SM കോളേജിലേക്ക് ഞാൻ പഠിച്ചു. കണ്ണൂർ SM കോളേജിൽ പ്രീ ഡിഗ്രി കഴിഞ്ഞു. ഡിഗ്രിക്ക് ചേരാൻ വേണ്ടിയിട്ട് BA മലയാളത്തിന് ചേരാൻ വേണ്ടി എനിക്ക് വലിയ താല്പര്യമായിരുന്നു. അങ്ങനെ ഞാൻ പയ്യന്നൂർ കോളേജിൽ ഒരു 3 ദിവസം BA മലയാളം വിദ്യാർത്ഥിയായിരുന്നു. അതിനൊരു കാരണം 3 ദിവസം ഞാൻ SNL മാത്സിന് കിട്ടിയിട്ട് ഞാനത് പോയില്ല. ഞാനത് ഹൈഡ് ചെയ്ത് വെക്കുകയും അന്നൊന്നും ഇങ്ങനെ പേരൻസ് വരണം കോളേജിൽ ചേരാനുള്ള നിർബന്ധം നമുക്ക് പോയിട്ട് അങ്ങോട്ട് ചേരാവുന്നത്. കാരണം നമ്മൾക്ക് വലിയ മെച്ചോർഡാണെന്നുള്ള ധാരണയില്ല. മാത്രമല്ല SM കോളേജിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ മ്യൂസിക്കൽ സെക്ഷനിലും പ്രീ ഡിഗ്രി കാലത്ത് തന്നെ ഞാൻ തബല വായിച്ചിട്ട് പാട്ട് പാടാത്ത ഒറ്റയാളും ആ കോളേജിൽ വളരെ കുറച്ച് ആളെ ഉണ്ടാവും. വളരെ സജീവമായിട്ട് തബല വായിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. മാത്രമല്ല സംസാരിക്കും, നാടകം കളിക്കും. ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ കോളേജിൽ നമുക്ക് അങ്ങനെ ഒരു ഓറയുണ്ടായിരുന്നു. ഞാൻ പയ്യന്നൂരിൽ പോയി ജോയിൻ ചെയ്യുന്നത് MRC കത്തി നിൽക്കുന്ന സമയമാണ്. കേശവ പട്ടേരി, ഇങ്ങനെ മേലത്തി ചന്ദ്രശേഖരൻ, ഒരു വലിയ റേഞ്ചുള്ള ആളുകൾ
മുഴുവൻ തമ്പടിച്ചിരിക്കുന്ന സ്ഥലം പയ്യന്നൂർ കോളേജ്. ആ ക്യാമ്പസ് ആയിരുന്നു. ആ ക്യാമ്പസായിരുന്നു. സുരേന്ദ്രനാഥിനെ അറിയാത്ത ഒരൊറ്റ ആൾ യൂണിവേഴ്സിറ്റിയുടെ കീഴിലില്ല. വലിയ യൂണിവേഴ്സിറ്റിൻ്റെ കീഴിലല്ല നമ്മളൊക്കെ പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ അവിടെ ചേർന്നപ്പോൾ ഒരു ദിവസം സുരേന്ദ്രനാഥിൻ്റെ മുന്നിലങ്ങ് വിട്ടു. അദ്ദേഹത്തിൻ്റെ മകൾക്ക് തബല വെച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ഞാൻ. നീ ഇവിടെ വന്നിട്ട് ഏതിനാ ജോയിൻ ചെയ്തതെന്ന് ചോദിച്ചു. ഞാൻ മലയാളത്തിലാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു പഠനം അങ്ങ് നിർത്തിക്കോ. അമ്മ ധരിച്ചത് ഞാൻ മാത്സാണ് പഠിക്കുന്നത്, വീട്ടിലെല്ലാവരും ധരിച്ചത് മാത്സാണ് പഠിക്കുന്നത്. അപ്പോൾ പഠനം നിർത്തിക്കോ, ടി സി വാങ്ങിച്ചു വന്നു. അങ്ങനെ അതിൻ്റെ അടുത്ത ആഴ്ച കണ്ണൂർ എസ് എൻ കോളേജിലേക്ക് പോയി ജോയിൻ ചെയ്തു. മാത്സ് തന്നെ. വിജയരാമൻ സാറായിരുന്നു അന്ന് പ്രിൻസിപ്പൽ. നമ്മുടെ അന്നത്തെ ഒരു ദാമോദരൻ മാഷ് ഉണ്ടായിരുന്നു. എന്നെ ഞാനാക്കിയത് കണ്ണൂർ എസ് എൻ കോളേജ്. വിദ്യാർത്ഥി രാഷ്ട്രീയമൊക്കെ ആ കാലഘട്ടത്തിൽ സജീവമായിരുന്നു. ശശിയേട്ടൻ അന്ന് പി ജിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അവിടത്തേക്ക് വരുന്നു. പി ശശി. പിന്നെ ശശിയേട്ടനായിരുന്നു അന്ന് നമ്മുടെ കാസർഗോഡ് നിന്ന് സതീഷ് ചന്ദ്രൻ തുടങ്ങിയ ഒരു വലിയ നേതൃത്വം. പിന്നെ ജയരാജേട്ടനുള്ള അടുത്ത ബന്ധം, ഗോവിന്ദ മാഷായിട്ടുള്ള ബന്ധം. അങ്ങനെ പ്രാദേശികവും കണ്ണൂരിലുള്ള മിക്കവാറും എല്ലാ നേതാക്കന്മാരായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുണ്ടായിരുന്നു. നമ്മൾ കോളേജിൽ പഠിക്കുമ്പോൾ അന്ന് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ എവിടെ ഒരു ഏതൊക്കെ ഇല്ല, ഞാൻ ഔദ്യോഗിക തസ്തികയിലൊന്നും ഇരുന്നിരുന്നില്ല. കാരണം അതിന് വേറെ ഒരുപാട് കാരണങ്ങളുണ്ട്. ഞാൻ ഈ തബല വായിച്ച് പോകുന്നതുകൊണ്ട് തന്നെ പലപ്പോഴും വിളിക്കുന്നവർ ഏത് രാഷ്ട്രീയക്കാരാന്ന് അറിഞ്ഞിട്ടല്ലല്ലോ പോകും. പ്രൊഫഷണലായിട്ട് ഞാൻ പോയിരുന്നു. ഡാൻസിനും ഓർക്കസ്ട്രക്കും ഒരുപാട് നാളെ ഞാൻ വായിച്ച ഒരാളാണ്. അങ്ങനെ ഒരു പശ്ചാത്തലം അത് പ്രൊഫഷണൽ. പ്രസംഗം അതൊരു കലയായിട്ട് തന്നെയാണ്. അതങ്ങനെ പ്രസംഗിക്കാൻ ഏതൊക്കെ വേദികളാണ് പോയിക്കൊണ്ടിരുന്ന സമയത്ത്? രാഷ്ട്രീയ വേദികൾ മാത്രമേ, വിദ്യാർത്ഥി വേദികളിൽ. അത് കഴിഞ്ഞ് നാടകത്തിൽ ഈ നാടകത്തിൽ പ്രൊഫഷണൽ നാടക സംഘം എന്ന് പറയുന്നത് അരോളി ശാന്തിപ്രഭക്ക് അന്ന് എല്ലാ വർഷവും നാടകം ഉണ്ടാവും. പ്രൊഫഷണൽ നാടക സംഘങ്ങൾ വെളിങ്ങനെ വരാത്ത കാലത്ത് പ്രൊഫഷണൽ നാടക സംഘമുള്ള പ്രശ്നം നമുക്ക്, ഞാൻ 84 അധ്യാപകനായിട്ട് വരികയാണ്. 81 ഡിഗ്രി കഴിഞ്ഞു. 81 ഡിഗ്രി കഴിയുന്ന സമയത്ത് തന്നെ ഞാൻ ഫോർഡ് ഫൗണ്ടേഷൻ്റെ പ്രൊജക്റ്റിൽ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നീട് 83 ബി എഡിന് പോകുന്നു. ബി എഡിന് പോയത് ഞാൻ മണിപ്പാലിലാണ്. അവിടെ പി കെ ആർ വൈരറാണ് എൻ്റെ മണിപ്പാലിൽ പോയിട്ട്. ആ സമയത്ത് എൻ്റെ ബന്ധങ്ങൾ മുഴുവൻ സാലിഗ്രാമത്തിലായിരുന്നു. ശിവറാം കാർന്നിൻ്റെ കൂടെയായിരുന്നു ഞാൻ കുറേ നാള്. ലെവല് അതിന് മുന്നേ വിടാനുള്ള കാരണം, ഞാൻ 9ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് പ്രൊഫസർ ജി ശങ്കരപ്പിള്ള ആദ്യമായിട്ട് അരോളിയിലേക്ക് വരുന്നത്. അന്നു മുതൽ ശങ്കരപ്പിള്ള സാർ മരിക്കുന്നത് വരെ ഒരു കണ്ണൂരാണ്. അദ്ദേഹം ബ്രണ്ണനിലല്ല, അദ്ദേഹം തൃശ്ശൂരല്ലേ? കൊല്ലം ശാസ്താംകോട്ട കോളേജിലായിരുന്നു. ക്ലാസ് എടുക്കുകയും ചെയ്തതായിട്ടൊരു അല്ല, ശങ്കരപ്പിള്ള സാർ വന്നിട്ടുണ്ടാവും. കാരണം അന്ന് നടന്ന് നാടകം പഠിപ്പിക്കുന്ന ഒരു കാലമായി. നമ്മളൊക്കെ നാടകക്കളരി പ്രസ്ഥാനത്തിലും മറ്റേതൊക്കെ പ്രവർത്തിക്കുന്ന അങ്ങനെയാണ്. അപ്പോൾ അന്നു മുതൽ അരോളി ശാന്തിപ്രഭയിൽ ഒന്നു പോകുന്ന ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ ആയിട്ടൊരു സൗഹൃദം. അവരൊക്കെ ആയിട്ടെന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ ഒരു കുട്ടി എപ്പോഴും എന്നെ കാണുന്നത് തന്നെയാണ്. കാരണം ഇദ്ദേഹം ഇങ്ങനെ ഇരിക്കുമ്പോഴും നമ്മുടെ കണ്ടൽ പാർക്കൊക്കെ നടത്തി അതിനൊക്കെ നേതൃത്വം കൊടുത്ത ഒരാളാണ് ഇ.പി. ജയരാജനോടൊപ്പം. അതുപോലെ തന്നെ അദ്ദേഹം ഫോക്ലോർ അക്കാഡമിയിൽ കുറേ പ്രവർത്തനങ്ങൾ. അപ്പോൾ അത്തരം മേഖലകളിലൂടെയൊക്കെ നമുക്കൊന്ന് സഞ്ചരിക്കാം. പക്ഷേ ഈ പറഞ്ഞ കേരളത്തിലെ മുതിർന്ന സാംസ്കാരിക രംഗത്തെ പ്രഗത്ഭരുമായിട്ട് ഒരു ആഴത്തിൽ ബന്ധം കൊണ്ടു നടക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ ചെറുപ്പകാലത്ത് തന്നെ ചെറിയ കാര്യമല്ല. അതൊരാൾക്കും അങ്ങനെ വില കൊടുത്തൊന്നും വാങ്ങാൻ പറ്റുന്ന ഒന്നല്ല. തീരുമാനിച്ചു പോയിട്ട് ഞാൻ ഇന്നാളായിട്ട് ബന്ധം സ്ഥാപിക്കുമെന്ന് വിചാരിച്ച് ഒരാൾ പോയാൽ ഇദ്ദേഹം പറഞ്ഞു വന്ന ഈ വഴികളിലൂടെ ഒന്നും ഒരാൾക്ക് സഞ്ചരിക്കാൻ കഴിയില്ല. അത് അപ്രതീക്ഷിതമാണ്, അതൊരു ഭാഗ്യമാണ്. അജയ് മാഷിൻ്റെ ഒരു കോളേജ് കാലം നമ്മൾ കേട്ടു. അദ്ദേഹം പിന്നെ സർവീസിലേക്ക് കയറുകയാണ്. അത് നമുക്ക് നോക്കിയാലോ എന്തെല്ലാമാണെന്ന്. എങ്ങനെയാണ് പക്ഷേ പഠനകാലം കഴിഞ്ഞു, ബി എഡ് എടുത്തു. ബി എഡിന് ശേഷം 1984 ജൂലൈ 30 ഞാൻ സർവീസിലേക്ക് വരിക. എവിടെയാണ് ആദ്യം കയറുന്നത്? ഞാൻ ആദ്യം വർക്ക് ചെയ്തത് നാറാത്ത് ഈസ്റ്റ് LP സ്കൂളിലാണ്. ഒരു പ്രൈമറി സ്കൂളാണ്. 1 മുതൽ 4 വരെയുള്ളൊരു സ്കൂളാണ്. ഒരു ശങ്കരൻ മാഷായിരുന്നു എൻ്റെ ഹെഡ് മാസ്റ്റർ. ഈസ് നോ മോർ. അതിന് കാരണം അന്ന് ഞാൻ പാപ്പിനിശ്ശേരി സ്കൂളിലേക്ക് വരണം. എവിടെയെങ്കിലും ചേർന്നിട്ട് ഇൻ്റർ മാനേജ്മെൻറ്റ് ട്രാൻസ്ഫറിൽ മാത്രമേ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറ്റൂ. ബി എഡ് കഴിയുന്നതിനിടയിൽ തന്നെ പോസ്റ്റിംഗ് ആവും. കാരണം അന്ന് MVR പറയുകയും അന്ന് ഇടതുപക്ഷത്തിൻ്റെയാണ് പാപ്പിനിശ്ശേരി ഗ്രാമപഞ്ചായത്ത്. ബി എഡ് കഴിഞ്ഞ് ആകുമ്പോഴാണ് ഞാൻ പീറ്റർ ബ്രൂക്കിനെ ആദ്യമായിട്ട് കാണുന്നത്. പീറ്റർ ബ്രൂക്കിനെ കാണുന്നതിനും വർഷങ്ങൾക്ക് മുന്നേ കാത്തി സ്പാഗ്നോളിയെയും അതുപോലുള്ള വലിയൊരു ഗവേഷണ സംഘത്തെയും ഞാൻ പീറ്റർ ബ്രൂക്ക് കല്യാശ്ശേരിയിൽ വന്നിരുന്നു. ഞാൻ ആദ്യം കാത്തി സ്പാഗ്നോളി 18ാമത്തെ വയസ്സിൽ വന്നെന്ന് പറഞ്ഞില്ല. 18ാമത്തെ വയസ്സിൽ കാത്തി സ്പാഗ്നോളി വരുന്നത് എൻ്റെ വീട്ടിലേക്കാണ്.
ഡോക്ടർ വിശ്വനാഥനും കെ മാരാരും കൂട്ടിയിട്ട് വരികയാണ് എൻ്റെ വീട്ടിലേക്ക്. ചരിത്രകാരന്മാരെല്ലാം ഇങ്ങ് ഓടി എത്തുകയാണല്ലേ. അതുകൊണ്ടല്ല, അവർക്ക് വേണ്ടിയിരുന്നത് തെയ്യത്തെക്കുറിച്ച് പഠനം നടത്തണമെങ്കിൽ ഇവരുടെ കൂടെ നിത്യ സഹചാരിയാണല്ലോ. മാരാർ മാഷ് എൻ്റെ കുട്ടിക്കാലത്ത് മുതൽ ഞാൻ കാണുന്ന ഒരാളാണ്. എൻ്റെ വീട്ടിലെ തിരുവങ്ങാടുള്ള മാരാർ മാഷ് അദ്ദേഹത്തെ പലരും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ അരുവളിയിലാണോ പാപ്പിനിശ്ശേരിയാണോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചത്. കാരണം അങ്ങനെയാണ് നമ്മൾ തമ്മിലൊരു ബന്ധം. മൂപ്പരുടെ എല്ലാ യാത്രയിലും ഞാൻ കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ പരസ്പരം പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങളൊക്കെ എന്തെങ്കിലും റെഫറൻസിന് ഒരു ദിവസം ഒരു ആഴ്ചയിൽ ഒരു തവണയെങ്കിലും വിളിക്കുന്ന ആളാണ് മാരാർ മാഷ്. നിർബന്ധമായി നമുക്ക് എന്തെങ്കിലും അത്രയേറെ ഫീൽഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. പലപ്പോഴും പറയുന്നുണ്ട്, എൻ്റെയും തലയിൽ വീണ മഞ്ഞക്കുറിയുടെ അളവത്രയാണ് നമുക്ക് അളക്കാൻ പറ്റുമെന്ന്. കാരണം നമ്മൾ അന്നൊക്കെ പോയാൽ അങ്ങനെയല്ലേ കാണുക. അതുകൊണ്ട് 84 ഞാൻ ഒക്ടോബറിൽ ഞാൻ പാപ്പിനിശ്ശേരി ഹൈസ്കൂളിലേക്ക് വരിക. ആ സമയത്താണ് എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ ഷോക്ക് ഉണ്ടാകുന്നത്. എന്താണ്? അച്ഛൻ മരിക്കുന്നത് ആ സമയത്താണ്. 1984 സെപ്റ്റംബർ 23 അച്ഛൻ മരിക്കുന്നത്. അച്ഛൻ നടന്നുകൊണ്ടിരിക്കെ കാർഡിയാക് അറസ്റ്റ് വന്നിട്ട് മരിക്കുന്നതാണ്. മരിച്ചതിൻ്റെ 3ാമത്തെ ദിവസം എംബിആർ തിരുവനന്തപുരത്തായിരുന്നു. എംബിആർ വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, അടിയന്തരമായിട്ടും ഇങ്ങോട്ടേക്ക് വരണം. അപ്പോൾ അമ്മയാണ് പറയുന്നത്, അച്ഛൻ്റെ ഒരു 10 ദിവസം 11 ദിവസം കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ടേക്ക് പോരെയെന്ന് വെച്ചു. അത് മതി, എപ്പോഴാണ് ഇതെല്ലാം ശാന്തമാകുന്നു, ഇനി നീ നാട്ടിൽ നിൽക്കണം എന്ന് പറയുന്നത് മൂപ്പരായിരുന്നു. ഞാനന്നും അത് കഴിഞ്ഞ് പി ജിക്ക് പോവാം എന്നുള്ളൊരു ഐഡിയയിലൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. പ്രത്യേകിച്ചും ഫോക്ലോർ തലക്ക് പിടിച്ചിരുന്നൊരു കാലം. ശങ്കരപിള്ള സാറ് സ്കൂൾ ഓഫ് ഡ്രാമ വിട്ട് സ്കൂൾ ഓഫ് ലെറ്റേഴ്സിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കുന്നൊരു കാലം. അങ്ങനെയൊക്കെയുള്ളൊരു ബന്ധവും കാര്യങ്ങളെല്ലാം വെച്ച് അങ്ങനെയൊക്കെ പോകാം എന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ ആ പ്ലാനിങ് ഒന്നും പിന്നീട് നടന്നില്ല. 84 മുതൽ അവിടെ അധ്യാപകനായി. അത് കഴിഞ്ഞ് അതിന് ശേഷമാണ് ഇത്രയേറെ എന്താ പറയുക, എൻ്റെ എല്ലാ ഡെവലപ്മെൻറ്റിനും സൗകര്യം ചെയ്തിരുന്നൊരു സ്ഥാപനം പാപ്പിനിശ്ശേരി പഞ്ചായത്ത് സ്കൂളാണ്. എൻ്റെ സഹപ്രവർത്തകർ, അന്നത്തെ ഹെഡ് മാസ്റ്റർ, പ്രത്യേകിച്ച് കുഞ്ഞിരാം മാഷ്, എല്ലാ കാര്യത്തിലും ആ സമയം മുതൽ തന്നെ എൻ്റെ നാഷണൽ ഇൻ്റർനാഷണൽ സെമിനാറിന് പോകുന്ന യാത്രകൾ, ഇതൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. താങ്കളുടെ ഈ അധ്യാപക കാലഘട്ടം ഈ ഒത്തിരി റിസർച്ചുകളും പഠനങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ, പക്ഷേ താങ്കൾക്ക് ഈ പാപ്പിനിശ്ശേരി പഞ്ചായത്തിൻ്റെ വിദ്യാലയത്തിൽ നല്ല സപ്പോർട്ട് കിട്ടി, താങ്കൾ അങ്ങനെ സഞ്ചരിക്കുന്നു. എപ്പോഴാണ് ഈ നമ്മുടെ ഒരു കണ്ടൽ പാർക്കൊക്കെ വലിയ വിവാദമായൊരു സാധനമാണല്ലോ, അതിൻ്റെ തലപ്പത്തേക്കൊക്കെ താങ്കൾ എങ്ങനെ വന്നുപെടുന്നു? ഡെപ്യൂട്ടേഷനിൽ പാപ്പിനിശ്ശേരിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ പാപ്പിനിശ്ശേരിയിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമായിട്ട് ഏറ്റവും അടുപ്പുള്ള ഒരാളാണ്. അതിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. 2008 ഞാൻ അമേരിക്കയിലേക്ക് പോകുന്നത്. എൻ്റെ ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ്, ഇന്ത്യയിൽ നിന്ന് 6 പേർക്കാണ് ആ സമയത്ത് സ്കോളർഷിപ്പ് കിട്ടിയത്. അത് സ്കൂൾ അധ്യാപകർക്ക് കിട്ടുന്നൊരു കാലമായിരുന്നില്ല. ബട്ട് എനിക്കത് കിട്ടി. ഞാനവിടെ പേപ്പറൊക്കെ കഴിഞ്ഞ് വന്നു, തിരിച്ചു വന്നതിന് ശേഷമാണ് പാപ്പിനിശ്ശേരിയുടെ പൊട്ടൻഷ്യൽ നമുക്കൊന്ന് പിടിക്കണമെന്ന് ആലോചിക്കുന്നത്. അങ്ങനെ ഞങ്ങളൊരു സൊസൈറ്റി ഉണ്ടാക്കുന്നു. സൊസൈറ്റി ഉണ്ടാക്കി ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കുന്നു. EP ജയരാജനാണ് ഞങ്ങളുടെ രക്ഷാധികാരി. ചെയർമാൻ ഉണ്ണിക്കണ്ണ മാഷായിരുന്നു. ഞാനൊന്ന് സർവീസിലുള്ളത് കൊണ്ട് തന്നെ ഞാൻ വൈസ് ചെയർമാനായിരിക്കുകയും, പക്ഷേ കേസ് മുഴുവൻ വന്നത് എൻ്റെ പേരിലായിരുന്നു. പാപ്പിനിശ്ശേരിയിൽ നിന്ന് 15 ദിവസം പ്രവേശിക്കാൻ വേണ്ടി പാടില്ലെന്ന് പറഞ്ഞ് കോടതി ഉത്തരവുണ്ടായതും ഇന്ത്യൻ എക്സ്പ്രസിൽ 1ാമത്തെ വരിയായി മുഖപടത്തിൽ തന്നെ അതിടുകയും ചെയ്തിരുന്നു. പർട്ടിക്കുലർലി AV അജയകുമാർ, വൈസ് പ്രസിഡന്റ്, ഷുഡ് നോട്ട് എൻറ്റർ ഇൻ ദി പ്രിമൈസസ് ഫോർ 15 days. പ്രിമൈസസ് എന്ന് പറഞ്ഞാൽ താമസിക്കുന്ന സ്ഥലമാണ് പാപ്പിനിശ്ശേരി എന്ന് പറയുന്നത്. നാട്ടിൽ കിടക്കാൻ പറ്റാത്ത സ്ഥിതി. നാട്ടിൽ കിടക്കാൻ പറ്റാത്ത. എന്താണ് കണ്ടൽ പാർക്ക് അങ്ങനെ ഒരു വിവാദമായി പോയത്? 2 രീതിയിലാണ്. ഒന്ന്, ഇന്നത്തെ കാലത്ത് പല തലമുറയ്ക്ക് ഇത് ഓർമ്മയുണ്ടാവില്ല, പക്ഷെ എന്നാലും നമ്മൾ ഓർമ്മിപ്പിക്കണം. 2010 ആകെ 14 വർഷമായിട്ടുള്ളൂ. 15ാമത്തെ വർഷം. 15 വർഷമായാലും പുതിയ തലമുറയ്ക്ക് ഈ കഥയൊന്നും അറിയില്ല. പുതിയ തലമുറക്ക് അറിയില്ല. അതായത് വെറൈറ്റി ഓഫ് കണ്ടലുള്ളത്. കണ്ടൽ പാപ്പിനിശ്ശേരിയിൽ വന്നിട്ട് ഇപ്പോൾ കഷ്ടി ഒരു 100 വർഷത്തിന് താഴെയായിട്ടുണ്ട്. ഈ വളപട്ടണം പുഴയുടെ ഒരു കഥ വളരെ വലിയതാണ്. പാപ്പിനിശ്ശേരിയും വളപട്ടണം പുഴയും തമ്മിൽ എന്താ പറയുക, അങ്ങനെ കസവ് നൂലണിഞ്ഞ പെണ്ണ് എന്ന് പറയുന്ന രീതിയിലുള്ള അത്രയും വലിയൊരു ബന്ധമുള്ളതാണ്. അപ്പോൾ ഈ കരയിടിയുമ്പോൾ കര ഇടിയാതിരിക്കാൻ വേണ്ടി വെച്ചതാണ് ആദ്യമായിട്ട്. 2000 കേരളത്തിൽ ആദ്യമായി കണ്ടൽ വന്നത്. അത് ഇവിടെ ആദ്യമായിട്ട് കണ്ടത് ഇവിടെ വന്നു. കേരളത്തിൽ ആദ്യമായിട്ട് ഇപ്പോൾ കൊല്ലത്താണ് പിന്നെ ഏറ്റവും കൂടുതലുള്ളത്. പിന്നെയുള്ള തലശ്ശേരിയിലാണ് കണ്ടലിൻ്റെ ഏറ്റവും വലിയ റിസർവായർ. പിന്നെയുള്ളത് കുഞ്ഞുമംഗലത്താണ്. നമ്മൾ ഇവിടുന്നൊക്കെ പോയിട്ട് സാമ്പിൾസ് ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ നട്ടിട്ടുണ്ട്. നമ്മളെടുത്ത് ഒരുപാട് സ്പീഷീസ് ഉണ്ട്. ഞങ്ങൾ ഇവിടെ പോയിട്ടുണ്ട്, സുന്ദർബനിൽ പോയിട്ടുണ്ട്. സുന്ദർബനിൽ 6 സ്പീഷീസ് കൊണ്ടുവന്ന് ഇവിടെ നട്ടിട്ടുണ്ട്. ഞങ്ങളിത് കണ്ടൽ സംരക്ഷിക്കുക, കണ്ടലിനൊരു ടൂറിസം കൺസെപ്റ്റാക്കി മാറ്റുക, ഇക്കോ ടൂറിസം. അതെങ്ങനെ ഒരു രാഷ്ട്രീയമായിട്ട് അത് സംഭവിക്കുന്നത് അതിൻ്റെ ഇൻസിഡൻറ്റ് ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ കംപ്ലീറ്റ് പിന്നെ വൃത്തിയാക്കി അവിടെയുള്ള പഴയ ഒരു ചെമ്മീൻ കെട്ട് മാറ്റി അതിൻ്റെ ഒരു ബോട്ട് റേസിങ്ങിൻ്റെ സ്പേസാക്കി മാറ്റി. ഇതിൽ സംഭവിക്കുന്നത്, ആദ്യത്തെ എതിർപ്പ് വരുന്നത് വളപട്ടണം പുഴ കയ്യേറുന്നു എന്ന് പറഞ്ഞ് വളപട്ടണം പഞ്ചായത്തിൽ നിന്നാണ് ആദ്യം തുടക്കം വരുന്നത്. അത് പൊളിറ്റിക്കലാണ്. അപ്പോൾ അന്വേഷണം നടക്കുന്നു, കാര്യങ്ങൾ നടക്കുന്നു. CRZ 1 എന്ന് ഞങ്ങൾ പോലും തിരിച്ചറിയുന്നത്, കാരണം മാർക്കിംഗ് ഉണ്ടായിരുന്നില്ല അതുവരെ. തിരിച്ചറിയുന്നത് ഞങ്ങളുടെ
2 ബ്രിഡ്ജിൻ്റെയും പെർമിഷൻ എടുത്ത ബ്രിഡ്ജാണ് അത് നടക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ടൂറിസം പ്രൊജക്റ്റുകൾ ആ കാലഘട്ടത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന ഏർപ്പാടൊന്നും ഉണ്ടായിട്ടില്ല. അന്നിൻ്റെ സിസ്റ്റം വന്നിട്ടില്ല. പിന്നീടാണ് നമ്മൾ തുടങ്ങിയതിന് ശേഷമാണ് ഈ സിസ്റ്റം മുഴുവൻ വരുന്നത്. അങ്ങനെ വന്നപ്പോൾ അതൊരു പൊളിറ്റിക്കൽ മാറ്ററായിട്ട് എടുക്കുകയും UDF അത് ഏറ്റെടുക്കുകയും ചെയ്തു. അങ്ങനെയാണത് അതെ, അത് ഇഷ്യൂ ആയി മാറുകയും അത് കേസായി മാറുകയും ഹൈക്കോടതി ഒരു തീരുമാനം എടുത്തു, നിങ്ങൾ ടൂറിസം നടത്തിക്കോളും. ഞങ്ങൾ സുപ്രീം കോടതി പോയി. ഞങ്ങളുടെ 8.5 ഏക്കർ സ്ഥലവും ഞങ്ങളുടെ സൊസൈറ്റിക്ക് തന്നെ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. പിന്നെ അവിടെ ഒന്നും ചെയ്തിട്ടില്ല. ഇല്ല, സൊസൈറ്റി അന്ന് സുപ്രീം കോടതി പറഞ്ഞൊരു കാര്യം ഇതേ ഉള്ളൂ, മാംഗ്രോവ്സ് ഷുഡ് കീപ് ആസ് മാംഗ്രോവ്സ്. ബാക്കിയെല്ലാം ഹൈക്കോടതി പറയുന്നത് പോലെ കേൾക്കണം. ഹൈക്കോടതി പറഞ്ഞാൽ എന്താ, ടൂറിസം ആക്ടിവിറ്റി നടത്തരുത് എന്നാണ്. തീർന്നു. ഏത് പർവ്യൂല? CRZ 1-ലാണ്. അപ്പോൾ ഇനി CRZ-ലേക്ക് മാറുമ്പോൾ, CRZ-ന്റെ നിയമം മാറുമ്പോൾ നമ്മൾ വീണ്ടും അത് തുടങ്ങുന്ന കാലം സ്വപ്നത്തിലല്ല, അത് തുടങ്ങും. ഒരു ചോദ്യം ചോദിച്ചോട്ടെ, താങ്കൾ ഇപ്പം ഈ റിസർച്ചുകൾ നടത്തി, താങ്കൾ വഹിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഇപ്പോൾ ഫോക്ലോർ അക്കാഡമി സെക്രട്ടറി സ്ഥാനത്തേക്ക് ഇപ്പോഴാണല്ലോ, അതിനു മുമ്പ് കടന്നു വന്നിട്ടുള്ള പോസ്റ്റുകൾ ഏതൊക്കെയാണ് ശരിക്കും? ഞാൻ പിന്നെ ഏതൊക്കെ കാലഘട്ടത്തിലൂടെയാണത്? ഞാൻ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ എത്ര വർഷം അധ്യാപകനായിട്ടുണ്ടായിരുന്നു? 84 to 2016, 32 വർഷം. 32 വർഷം. പിന്നെ ഞാൻ പ്രൊമോഷൻ ആകുന്ന 2013. പിന്നെ വേറെ എവിടുന്നാണ് വിരമിക്കുന്നത്? ഞാൻ വിരമിക്കുന്നത് പയ്യന്നൂരിൽ നിന്നാണ്. ഏതാ സ്കൂൾ? പയ്യന്നൂർ സുബ്രഹ്മണ്യ ഷേണായി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ്. ചരിത്രമുള്ള സ്ഥലത്ത് തന്നെ. വേറെ ഏതൊക്കെ പോസ്റ്റ്? 2012-ലാണ് എനിക്ക് നാഷണൽ അവാർഡ് കിട്ടുന്നത്. എത്ര അവാർഡുകൾ താങ്കളെ തേടി എത്തിയിട്ടുണ്ട്? അതൊരു എണ്ണം വെച്ചിട്ടില്ല. എണ്ണമില്ല. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവാർഡ് ദേശീയ അധ്യാപക അവാർഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഫുൾ ബ്രേസ് സ്കോളർഷിപ്പ് പ്രധാനപ്പെട്ടതാണ്. അമേരിക്ക അല്ലാതെ വേറെ ഏതൊക്കെ വിദേശ രാജ്യങ്ങളിൽ പേപ്പറുകൾ അവതരിപ്പിച്ചു? ഒറ്റ ഓർമ്മയിൽ പാരീസിലുള്ള ഒരു സെമിനാറിൽ പേപ്പർ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങളന്ന് പേപ്പർ തയ്യാറാക്കിയിട്ട് അയച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. കാരണം അന്ന് വളരെ സങ്കീർണമായ കാര്യങ്ങൾ, നമ്മുടെ യാത്രകൾ, കാര്യങ്ങൾ, പോകണമെങ്കിൽ അതിന് സ്കോളർഷിപ്പ് കിട്ടാനുള്ള വഴികൾ ഒക്കെയുള്ളതാണ്. ഞാൻ വിദേശത്ത് ജനീവയിൽ ഇപ്പോഴും എൻ്റെ വോയിസ് അടക്കമുണ്ട്. അവിടെ ഇത്തിനോ കൾച്ചറിലുള്ള അവരെ മ്യൂസിയത്തിൽ എൻ്റെ വോയിസിൽ ഇവിടെ നിന്ന് കൊണ്ടുപോയ സാധനങ്ങളും എൻ്റെ വോയിസിൽ തന്നെയുള്ള നറേഷൻസൊക്കെ അവിടെ ഇപ്പോഴും ഉണ്ട്. പിന്നെ ന്യൂയോർക്കിൽ വളരെ വർഷങ്ങൾക്ക് മുന്നേ തന്നെ എൻ്റെ പേപ്പർ, വെർമൗണ്ടിൽ എൻ്റെ പേപ്പറുകൾ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. പാരീസിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ജപ്പാനിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ എൻ്റെ ഒരു സ്റ്റുഡൻ്റ് എൻ്റെ കൂടെ, അവിടെ നിന്നൊരു സ്റ്റുഡൻ്റ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാനായിരുന്നു അസോസിയേറ്റ് ചെയ്യുന്ന ആ സമയത്ത്. എൻ്റെ പേപ്പേഴ്സുകൾ ഇഷ്ടംപോലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലുള്ള മിക്കവാറും എല്ലാ യൂണിവേഴ്സിറ്റികളും ചെയ്തിട്ടുണ്ട്. ഫോക്ലോറിലാണ് എൻ്റെ 80% പേപ്പറുകളിലും ഒരു 5% എഡ്യൂക്കേഷനിൽ, ബാക്കി തിയേറ്ററിലാണ്. തിയേറ്ററിൻ്റെ അസിമുലേഷനെ കുറിച്ചാണ് ഞാൻ വളരെ കാര്യമായിട്ട് പഠിച്ചിരുന്നത്. പിന്നെ കുട്ടികളുടെ നാടകത്തെക്കുറിച്ച് വളരെ കാര്യമായ പ്രൊഡക്ഷൻ സിസ്റ്റം പോലെ ചെയ്തിരുന്നു, പഠനം നടത്തിയിരുന്നു. ആകാശവാണിയിൽ എ ഗ്രേഡ് ആർട്ടിസ്റ്റാണ്. 8 പേരാണ് കണ്ണൂർ ആകാശവാണിയിൽ എ ഗ്രേഡ് ആർട്ടിസ്റ്റുകൾ. അതിലൊന്നും ഞാനാണ്. ഞാനും എൻ്റെ മകനും കൂടി ഒപ്പം നാടകം ചെയ്തിട്ടുണ്ട്. അവനും അവിടുത്തെ ആർട്ടിസ്റ്റായിരുന്നു. ഈ നാടകത്തിന്റെ ഇനിയുള്ള കാലത്തെ നാടകത്തിന്റെ ഭാവിയൊക്കെ എന്താണ്, എങ്ങനെയാണ്? നാടകത്തിന് ശുഭപ്രതീക്ഷയുള്ള ഭാവിയുണ്ട്. അതിലൊരു ആശങ്ക നിങ്ങൾ വെക്കേണ്ട കാര്യമില്ല. പിന്നീട് ഞാൻ ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗമായിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗമായിരുന്നു. ഇപ്പോൾ മലയാള സർവകലാശാലയിലെ സെനറ്റ് അംഗമാണ്. ഫോക്ലോർ അക്കാഡമിയുടെ വൈസ് ചെയർമാനായിരുന്നു. ആ സമയത്ത് കേരള സംഗീതനാടക അക്കാഡമിയുടെ മെമ്പറായിരുന്നു. ഇപ്പോൾ കേരള പൂരക്കളി അക്കാഡമി, കേരള മാപ്പിളകല അക്കാഡമി തുടങ്ങി 3-4 സ്ഥാപനങ്ങളുടെ മെമ്പറാണ്. ഫോക്ലോർ അക്കാഡമിയുടെ ഇപ്പോഴത്തെ സെക്രട്ടറിയാണ്. ഈ ഫോക്ലോർ അക്കാഡമിയുടെ ഇന്നത്തെ പോക്ക് എങ്ങനെയുണ്ട്? അതിൻ്റെ അതൊക്കെ വേണ്ടത്ര ഒരു എല്ലാ മേഖലകളിലേക്കും ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുന്നുണ്ടോ? ഇതെല്ലാം പോകുന്നത് ഒരു സിംഗിൾ പാത്വേയിലൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയുന്നവർക്കറിയാം, അതിനപ്പുറത്തേക്ക് ഒരു മനുഷ്യരിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാൻ അങ്ങനെയല്ല. കാരണം കേരളത്തിൽ ഇപ്പോൾ 14 ജില്ലകളിലും ഞങ്ങളൊക്കെ ഭരണം ഏറ്റെടുത്തതിന് ശേഷം 14 ജില്ലകളിലും വിവിധങ്ങളായ ഫോക്ലോർ പരിപാടികൾ നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട്. ഫോക്ലോർ എന്ന് പറഞ്ഞാൽ തെയ്യാണം ധരിച്ചു പോയ ഒരാളുണ്ട്, നാടൻ കല്യാണം ധരിച്ചു പോയവരുണ്ട്. വാസ്തവത്തിൽ നാടൻ കലി അല്ലത്. ഫോക്ലോർ ഇസ് എ സയൻസ്. മനുഷ്യ ജീവിതമായിട്ട് ബന്ധപ്പെടുന്ന പഴയതും പുതിയതുമായ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അർബൻ ഫോക്ലോറും പബ്ലിക് ഫോക്ലോറുമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് പഴയ കലാരൂപങ്ങൾ പ്രിമിറ്റീവിനെ നമ്മൾ തിരിച്ചുകൊണ്ടുവരുന്നുണ്ട്. അതിന്റെ കാലം ഇനിയില്ല. ഈ പഴയ കൃഷിപ്പാട്ടല്ല, പഴയ കലാരൂപങ്ങൾ തിരിച്ചു വരും എന്ന് പറയുമ്പോൾ പഴയ കലാരൂപങ്ങളിൽ പലതും ആചാരങ്ങളെ അധിഷ്ഠിതമായിട്ടുള്ള കുറെ സാധനങ്ങൾ, അതിന്റെ ധർമ്മങ്ങൾ തിരിച്ചു വരവ് എന്ന് പറയുന്നത് ഒരു പഴയ ആ കാലഘട്ടത്തിൽ ഫ്യൂഡലിസം തിരിച്ചു വരുമോ? ഫ്യൂഡലിസം തിരിച്ചു വരില്ല. ഇപ്പൊ കൃഷിയടി നടക്കുന്നില്ലെങ്കിൽ വടക്കൻ പാട്ട് നിന്നു പോകും. പുതിയ വടക്കൻ പാട്ട് ഉണ്ടാവില്ല. അത്രേ ഉള്ളൂ. പഴയതിന്റെ നിലനിൽപ്പ് എത്ര കാലം എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ. നിലനിൽപ്പ് എത്ര കാലം? ഒരു ആർട്ട് ഫോമായിട്ട് അത് നിലനിൽക്കും. അല്ലെങ്കിൽ അത് ആർക്കൈവിലേക്ക് പോകും.
അത് ഫോക്ലോറിൻ്റെ ബേസിക് ആയിട്ട് തന്നെ ഫോക്ലോറിൻ്റെ ഒരു ധർമ്മമുണ്ട്. ഒരു സമൂഹം ഏതെങ്കിലും ഒരു ഘടകം വേണ്ട എന്ന് തീരുമാനിച്ചാൽ അന്ന് ആ ലോർ അവസാനിക്കും എന്നാണ്. ഫോക്ക് പിന്നെയും കുറേ നാളത് കയറിക്കൊണ്ടുപോകും. ഇപ്പോൾ നമ്മുടെ നാട്ടിലെവിടെയും മനുഷ്യബലിയില്ല, ജന്തുബലി വളരെ കുറവാണ്. പക്ഷേ പക്ഷിബലി നിരോധിച്ച കാലത്തും കുമ്പളങ്ങ വെച്ചിട്ട് അതിൻ്റെ ബലി നടത്തിയ കക്ഷികളാണ്, സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയ കക്ഷികളാണ്. റാക്ക് നിരോധിച്ചു. മനുഷ്യബലിയെ കുറിച്ചൊക്കെ താങ്കളുടെ പഠന ശാഖയിൽ വന്നിട്ടുണ്ടോ? ഞങ്ങള് പരാമർശിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങൾ കേരളത്തിൽ ഇല്ല മനുഷ്യബലി നടന്നിരുന്നു എന്നതിന് തെളിവുകളുണ്ട്. നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന ഒരുപാട് മിത്തുകൾ മുഴുവൻ മനുഷ്യബലിയായിട്ട് വളരെ വളരെ ബന്ധപ്പെട്ട് തന്നെയാണ്. ഒരുപാട് കഥകളും അതിൻ്റെ പറയിലുണ്ട്. അതിനിപ്പോൾ നമുക്കൊരു വലിയൊരു സമയം ചെലവഴിക്കാനില്ലാത്തതുകൊണ്ട് താങ്കൾ തൊടുന്ന വിഷയങ്ങളെല്ലാം തൊട്ടാൽ അങ്ങ് ആഴത്തിൽ പോകേണ്ട സാധനങ്ങളാണ് ഓരോന്നും. ഞാനിപ്പോൾ ഈ ഡെത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ അതിനകത്ത് പോയാലുണ്ടല്ലോ, താങ്കൾ ഈ ബോഡി കൊണ്ടുപോകുന്നതും മരിക്കുന്നതും പറഞ്ഞിട്ടുണ്ട്. അതുമല്ലാതെ ബന്ധപ്പെട്ടിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എൻ്റെ ഫോക്ലോർ അധികാരം അധിനിവേശം എന്ന് പറഞ്ഞ പുസ്തകം വളരെ റെലവൻ്റ് ആയിട്ടുള്ള പുസ്തകമാണ്. ആ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാൻ നേരിട്ട് പബ്ലിഷ് ചെയ്ത ഒരു പുസ്തകവും ഞാൻ എൻ്റെ ലേഖനങ്ങൾ വെച്ചുകൊണ്ടുള്ള 6-7 പുസ്തകങ്ങളും ഇറങ്ങിയിട്ടുണ്ട്. മഞ്ചേശ്വരം മുതൽ പാറശാല വരെ ഉള്ള എല്ലാ കലാരൂപങ്ങളെയും ഞങ്ങൾ കോയിൻ ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ അവാർഡുകൾ നൽകിയിട്ടുണ്ട്. നമ്മുടെ സമയം തീരുകയാണ്. അജയൻ മാഷിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് തോന്നുന്നു 1, 2, 3, 4 എപ്പിസോഡുകൾ പോരാ. കാരണം ഓരോ വിഷയവും ആഴത്തിൽ പഠിച്ച് അറിയേണ്ട കാര്യങ്ങളാണ്. പക്ഷേ നമ്മുടെ സമയത്തിന് ചില പരിമിതികളുണ്ട്. മാത്രമല്ല കുറേശ്ശെയാണ് തരുന്നത്. നമുക്ക് ഭാവിയിൽ അജയൻ മാഷെ ഈ ജീവിതാനുഭവങ്ങളിലൂടെ ഓരോ വിഷയത്തെയും അടിസ്ഥാനപ്പെടുത്തി ഒരു ചർച്ച അനിവാര്യമാണെന്ന് തോന്നുന്നു. കാരണം പുതിയ തലമുറക്ക് പറഞ്ഞു കൊടുക്കാൻ കുറേ കാര്യങ്ങൾ ഉണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. അദ്ദേഹം കുറേയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും നമുക്ക് ലൈവായി ഇതൊക്കെ കേൾക്കാൻ വീണ്ടും അവസരമുണ്ടാകണം. പ്രേക്ഷകരെ ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഇങ്ങനെയും മനുഷ്യർ കടന്നു പോകുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ. നമ്മളൊക്കെ പൊതുവേ മലയാളികൾ ചിന്തിക്കുക, നന്നായി പഠിച്ച് നല്ല മാർക്ക് വാങ്ങി, ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, നല്ലൊരു ജോലി കിട്ടി സൈലൻ്റായിട്ട് ഇങ്ങനെ ജീവിക്കുക എന്നാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് സമസ്ത മേഖലകളിലൂടെയും നമുക്ക് കടന്നു പോകാൻ അവസരമുണ്ട്. പക്ഷെ പോകാൻ നമ്മൾ തയ്യാറാണ്. അദ്ദേഹം പറഞ്ഞു കൂടുതൽ ആളുകളും ഒരു കൃത്യമായ വഴികളിലൂടെ അങ്ങ് നടന്നു പോവുകയാണ്. 100 പേരിൽ ഒരു 3-4 ആളോ ഒന്ന് തിരിഞ്ഞു നടക്കും. അങ്ങനെ തിരിഞ്ഞു നടക്കുന്നവർ ചരിത്രം സൃഷ്ടിക്കും. ആ ചരിത്രമാണ് അജയൻ മാഷിലൂടെ കുറച്ചെങ്കിലും പ്രേക്ഷകരിലേക്ക് ഞങ്ങൾക്ക് പങ്കുവെക്കാൻ കഴിഞ്ഞത്. ഇത് നമുക്ക് പഠിക്കാം, ചില കാര്യങ്ങൾ അറിയാൻ ഒരു വഴിയാകട്ടെ എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പങ്കെടുത്ത അജയൻ മാഷിക്കും ഒപ്പം പ്രേക്ഷകർക്കും സക്സസിലൂടെ നന്ദി, നമസ്കാരം.